കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 16ാമത്തെ വീഡിയോ ആണ് ഇത്. കത്തോലിക്കര് ദൈവത്തോട് ഭക്തി പ്രകടിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അവര് പരിശുദ്ധ മറിയത്തോടും വിശുദ്ധരോടും ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യം ദൈവം അംഗീകരിക്കുന്ന ഒന്നാണ്. ഇതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഈ പ്രഭാഷണ പരമ്പരയിലെ 15ാമത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചത്. കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോ കാണുക. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി ക്രിസ്തു ഒരുവൻ മാത്രമേയുള്ളൂ. ഇക്കാര്യം ബൈബിൾ പുതിയ നിയമം വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോഴ് കത്തോലിക്കര് വിശുദ്ധരോട് പ്രകടിപ്പിക്കുന്ന ഭക്തി മേൽപ്പറഞ്ഞ തത്വത്തിന് എതിരായിട്ടുള്ള ഒന്നല്ലേ? ഇങ്ങനെയൊരു സംശയം പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാനായിട്ട് പോകുന്നത്. ബൈബിൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചകളും ബലികളും സമർപ്പിക്കുന്നതിന് അഭിഷിക്തരായ പുരോഹിതന്മാർ ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചില ദൈവവചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് വിളിക്കുക. ഇവയെല്ലാം സജ്ജീകരിച്ചതിനു ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ചു ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ഇവിടെ പ്രധാന പുരോഹിതൻ ദൈവത്തിനും ജനങ്ങൾക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി വർത്തിക്കുന്നു. രണ്ടാമത്തെ കൂടാരത്തില് ഈ പ്രധാന പുരോഹിതൻ അർപ്പിക്കുന്ന രക്തം, അത് യേശു കാൽവരിയിൽ ചിന്താനിരുന്ന രക്തത്തിന്റെ ഒരു പ്രതീകമാണ്. ഇക്കാരണത്താല് പ്രധാന പുരോഹിതൻ ക്രിസ്തുവിന്റെ ഒരു പ്രതീകമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാൽവരി മലയില് യേശു എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു. ഇതോടെ പഴയ നിയമത്തിലെ ബലിയർപ്പണങ്ങളുടെ പ്രസക്തി എന്നേക്കുമായിട്ട് അസ്തമിക്കുന്നു. എങ്കിൽ പോലും ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു പ്രത്യേക രീതിയിൽ ഈ പ്രധാന പുരോഹിതൻ മധ്യസ്ഥനായി വർത്തിച്ചു എന്നുള്ള ആ കാര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഇനി മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഗണിത ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ സംഖ്യയെ സൂചിപ്പിക്കാൻ നമ്മൾ അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അനന്തത അല്ലാത്ത മറ്റെല്ലാ സംഖ്യകളെയും പരിമിത സംഖ്യകൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. അനന്തത എന്താണെന്നുള്ള കാര്യം ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാനൊന്ന് വിശദീകരിക്കാം. നേർരേഖയിലുള്ള ഒരു റോഡിന്റെ ഒരറ്റത്ത് നിങ്ങൾ നിൽക്കുകയാണ് എന്ന് കരുതുക. നിങ്ങൾക്ക് മരണമില്ല എന്നും സങ്കല്പിച്ചുകൊള്ളുക. നിങ്ങൾ ഈ റോഡിന്റെ ഒരറ്റത്തു നിന്ന് മുമ്പോട്ട് നടക്കാൻ ആരംഭിച്ചു. എത്ര കാലം നടന്നാലും നിങ്ങൾ റോഡിന്റെ മറ്റേ അറ്റത്ത് എത്തുന്നില്ല. റോഡ് വീണ്ടും മുന്നോട്ട് കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ റോഡിന്റെ നീളം അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ്. ഇനി നിങ്ങൾക്ക് മരണമില്ലെന്ന് വീണ്ടും കരുതിക്കൊള്ളുക. ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി നിങ്ങൾ എണ്ണാൻ തുടങ്ങി. എത്ര കാലം ഇരുന്നെണ്ണിയാലും നിങ്ങൾ അനന്തതയിൽ എത്തത്തില്ല. കാലം ചെല്ലും തോറും ഒന്നിനൊന്നിന് വലിയ പരിമിത സംഖ്യകളിൽ ഫൈനൈറ്റ് നമ്പേഴ്സിൽ നിങ്ങൾ എത്തും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ പറയുന്ന മറ്റെല്ലാ സംഖ്യകളും അത് എത്ര വലുത് തന്നെ ആയിക്കൊള്ളട്ടെ, 1000, 10,000, ലക്ഷം, കോടി, കോടിക്കോടി കോടി കോടി
ഇങ്ങനെ ഏത് സംഖ്യ എടുത്താലും അതെല്ലാം പരിമിത സംഖ്യകൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ് ആണ്. അതായത് അനന്തത അല്ലാത്ത മറ്റെല്ലാ സംഖ്യകളും പരിമിതം ഫൈനൈറ്റ് ആണ്. ഇനി നമുക്ക് ഫിലോസഫിയിൽ, അതായത് തത്വശാസ്ത്രത്തിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിക്കാം. ഇങ്ങനെ നമ്മൾ ഫിലോസഫിയിൽ ദൈവത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന അറിവ് ഇതാണ്. അതായത് ദൈവത്തിന്റെ ഓരോ ഗുണത്തിന്റെയും അളവ് അനന്തം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. അതായത് ദൈവത്തിന്റെ സ്നേഹം അത് അനന്തമാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ അറിവ് ഇതെല്ലാം അനന്തമാണ്. ഇനി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ സമാധാനം, ഇങ്ങനെ ദൈവത്തിന്റെ ഏത് ഗുണം എടുത്താലും അതിന്റെ എല്ലാം അളവ് എന്ന് പറയുന്നത് അനന്തം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. ഇനി ദൈവത്തിന്റെ പരിശുദ്ധി, അതായത് ഹോളിനെസ്, അത് അനന്തമാണ്. ഇക്കാരണത്താല് ദൈവം പാപത്തെ അല്ലെങ്കിൽ തെറ്റിനെ അനന്തമായി വെറുക്കുന്നു. തന്മൂലം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവനീതി ആ തെറ്റിന്റെ പേരിൽ ചുമത്തുന്ന ശിക്ഷയുടെ അളവ് അനന്തം, അതായത് ഇൻഫിനിറ്റ് ആണ്. ഈ പ്രശ്നം മാറിക്കിട്ടണമെങ്കിൽ അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര കർമ്മം മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. എന്നാൽ അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. തന്മൂലം മനുഷ്യരെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരാണെന്ന് ബൈബിൾ പറയുന്നു. യേശു അനന്തമായ മഹത്വമുള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. തന്മൂലം യേശുവിന്റെ കുരിശുമരണത്തിന് അനന്തമായ മൂല്യം, ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ട്. ഇന്ന് ഒരാൾ യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുമ്പോൾ യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഈ അനന്ത യോഗ്യതയാൽ അയാളുടെ പേരിലുള്ള അനന്തമായ കടം അത് ക്ഷമിക്കപ്പെടുന്നു. അയാള് നീതീകരിക്കപ്പെടുന്നു. നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. ഇനി തിമോത്തിയോസിനുള്ള 1-ാം ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി. ഇവിടെ പറഞ്ഞിരിക്കുന്നു ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി ഒരുവൻ മാത്രമേയുള്ളൂ, യേശുക്രിസ്തു. പിന്നെ അതിന്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി. അതായത് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, മനുഷ്യരെല്ലാവരും ദൈവത്തിനു മുൻപിൽ അനന്തമായ ശിക്ഷ അർഹിക്കുന്നവരാണ്. യേശുവിന്റെ കുരിശുമരണം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര കർമ്മം. അതിനാല് യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കി മാത്രമേ ഒരു മനുഷ്യന് നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് നീതീകരിക്കപ്പെട്ട് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം മനുഷ്യന് എന്തെല്ലാം നന്മകൾ നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം യേശുവിന്റെ കുരിശുമരണവും ഒരാൾക്ക് ആ കുരിശുമരണത്തിലുള്ള വിശ്വാസവുമാണ്. അപ്പോൾ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായി ക്രിസ്തു ഒരുവൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു തരം മാധ്യസ്ഥത്തെക്കുറിച്ച് കൂടി ബൈബിൾ പുതിയ നിയമം നമ്മോട് പറയുന്നുണ്ട്. കുറെ ദൈവവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ഹാക്ക് തന്റെ വന്ധിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു.
സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എന്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായി ജീവിതം നയിക്കുവാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനികർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമമോ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ. ഈ വചനങ്ങളിലെല്ലാം ഒരു മനുഷ്യവ്യക്തി മറ്റൊരു മനുഷ്യവ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു മനുഷ്യവ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്ഹാക്ക് തന്റെ ഭാര്യയായ റബേക്കായ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. സഭ പത്രോസിനു വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. പൗലോസ് വിശ്വാസികളിൽ നിന്ന് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ രാജാക്കന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഈ വചനങ്ങളിലെല്ലാം ഒരു മനുഷ്യവ്യക്തി മറ്റ് മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാണ്. എന്നാൽ ഇത് ക്രിസ്തുവിന്റെ ഏക മാധ്യസ്ഥത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യരെല്ലാവരും ആദി മാതാപിതാക്കളായ ആദത്തിന്റെയും ഹവ്വായിയുടെയും മക്കളാണ്, സന്തതികളാണ്. തന്മൂലം മനുഷ്യർക്ക് തമ്മിൽ ഗാഠമായ ഒരു പരസ്പര ബന്ധം ഉണ്ട്. ഇനി ഒരാൾ യേശുവിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ ആത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. എല്ലാ ദൈവമക്കളിലും കുടികൊള്ളുന്നത് ഒരേ ക്രിസ്തുവിൽ നിന്നുള്ള ദൈവിക ജീവനാണ്. ഇക്കാരണത്താൽ ദൈവമക്കൾക്ക് തമ്മിൽ അതിഗാഠമായ പരസ്പര ഐക്യമുണ്ട്. ഇങ്ങനെ മനുഷ്യർക്ക് തമ്മിലുള്ള ആ പരസ്പര ബന്ധം പരിഗണിക്കുമ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഇത് ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാണ് താനും. എന്നാൽ ഇത് ക്രിസ്തുവിന്റെ ഏക മാധ്യസ്ഥത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഇംഗ്ലീഷ് ബൈബിള് പരിശോധിക്കാം. തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം 2:5 ക്രിസ്തുവിന്റെ ഏക മാധ്യസ്ഥത്തെ സൂചിപ്പിക്കാൻ മീഡിയേറ്റർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം 2:1 ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സൂചിപ്പിക്കാൻ ഇന്റർസെഷൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിനും മനുഷ്യനുമിടയിൽ മീഡിയേറ്റർ ആയിട്ട് ക്രിസ്തു ഒരുവൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഇന്റർസെഷൻ ആണ്, അല്ലാതെ മീഡിയേഷൻ അല്ല. ഇനി നമുക്ക് പെന്തക്കോസ്റ്റൽ വിശ്വാസികളുടെ കാര്യത്തിലേക്ക് വരാം. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ പലപ്പോഴും അയാള് അവരുടെ പാസ്റ്ററുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു. പാസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും തന്നെ പ്രാർത്ഥന കേൾക്കാറുമുണ്ട്. ഇവിടെ പാസ്റ്റർ വിശ്വാസിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരോട് ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ കത്തോലിക്കർ ചെയ്യുന്നതും ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കത്തോലിക്കർ വിശുദ്ധരോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസി തന്റെ പാസ്റ്ററോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നതിന് ഏതാണ്ട് തുല്യമായ ഒരു കാര്യമാണ്.
എന്നാൽ ഇവിടെ കാതലായ ഒരു വ്യത്യാസമുണ്ട്. പെന്തക്കോസ്റ്റൽ പാസ്റ്റർ അവരുടെ സഭയിലെ വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അതേസമയം തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതേസമയം കത്തോലിക്കര് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുമ്പോൾ സ്വർഗത്തിൽ ആയിരിക്കുന്ന വിശുദ്ധർ ഭൂമിയിൽ ആയിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. വരുന്ന വീഡിയോയിൽ ഞാൻ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും.